നെടുമങ്ങാട് കരകുളത്തെ എഞ്ചിനീയറിംഗ് കോളേജിനുള്ളിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ മൃതദേഹം കോളേജ് ഉടമയുടേതെന്ന് സംശയം. കോളേജിനുള്ളിലെ പണി തീരാത്ത കെട്ടിടത്തിനുള്ളിലെ ഹാളിലാണ് പുരുഷന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഇന്ന് രാവിലെയാണ് മൃതദേഹം കണ്ടത്. കോളേജ് ഉടമ മുഹമ്മദ് അബ്ദുൽ അസീസ് താഹിയുടേതാണ് മൃതദേഹമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അദ്ദേഹത്തിന്റെ കാറും മൊബൈൽ ഫോണും എല്ലാം സമീപത്തുണ്ട്. മുഹമ്മദ് അബ്ദുൽ അസീസിന് കടബാധ്യതയുണ്ടായിരുന്നതായിട്ടാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇദ്ദേഹം പണം തിരികെ നൽകാനുള്ളവർ വന്ന് ബഹളമുണ്ടാക്കിയതായി നാട്ടുകാർ പറയുന്നു. തിങ്കളാഴ്ച ഇദ്ദേഹം കോളേജിനടുത്തുണ്ടായിരുന്നതായും നാട്ടുകാർ വ്യക്തമാക്കി. കൊല്ലം ഇരവിപുരം സ്വദേശിയാണ് അബ്ദുൽ അസീസ് താഹ. നിലവിൽ പേയാട് വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു. രാവിലെ ഹാളിൽ തീ കത്തുന്നത് കണ്ടിട്ടാണ് കോളേജ് സ്റ്റാഫ് മൃതദേഹം കിടന്ന സ്ഥലത്തേക്ക് എത്തുന്നത്. ഉടൻ തന്നെ ഇവർ നെടുമങ്ങാട് പോലീസിനെ വിവരം അറിയിച്ചു. കോളേജ് ഉടമയായ അസീസിന് കടബാധ്യതയുള്ളതായിട്ടാണ് നാട്ടുകാരും പറയുന്നത്. കടം വാങ്ങിയവർ പണം തിരികെ ആവശ്യപ്പെട്ട് ഇന്നലെ ഉൾപ്പെടെ ബഹളം ഉണ്ടാക്കിയിരുന്നതായും ഇന്നലെ കോളേജ് പരിസരത്ത് അസീസിനെ കണ്ടിരുന്നതായും നാട്ടുകാർ പറഞ്ഞു. കൂടുതൽ പരിശോധനയ്ക്ക് ശേഷമേ മൃതദേഹം ആരുടേതെന്ന് ഉറപ്പിക്കാനാകൂവെന്നും പോലീസ് പറഞ്ഞു. സമീപകാലത്ത് ഏറെ പ്രതിസന്ധിയിലൂടെയാണ് ഈ കോളേജ് കടന്നു പോകുന്നത്. എഞ്ചിനീയറിംഗ് കോളേജിനുള്ള അക്രഡിറ്റേഷൻ റദ്ദാക്കിയതിനെ തുടർന്ന് പോളിടെക്നിക് കോളേജായിട്ടാണ് പ്രവർത്തിക്കുന്നത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആത്മഹത്യ എന്ന നിഗമനത്തിലാണ് പോലീസ്. ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തുണ്ട്.